ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് മത്സരിച്ചപ്പോ അദ്ദേഹത്തിന് ലഭിച്ച 9600ഓളം വോട്ടുകൾ UDFന്റെ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോഴും എന്തുകൊണ്ട് ശബരിനാഥിന് ലഭിക്കാതെ പോയി എന്ന് നിങ്ങൾ പരിശോധിക്കപ്പെടണം. ഇവിടെ കോഴിക്കോട് അംഗം പറഞ്ഞു ഞങ്ങളുടെ ആളുകളെല്ലാം സംഘപരിവാറിലേക്ക് പോകുന്നു. എവിടുന്ന് കിട്ടിയ അറിവാ? ഇന്ത്യയിൽ 10 മുഖ്യമന്ത്രിമാർ ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം 10 പേർ മുഖ്യമന്ത്രിമാർ 10 പേർ BJPയിൽ പോയി. വേണ്ട, ചാത്തന്നൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആളാണ് ഇന്ന് BJPയുടെ പാർലമെന്റ് പാർട്ടി ലീഡറായി. DCC സെക്രട്ടറിയാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറായി വന്നിരിക്കുന്നത്. സാർ, ഇത് ഡീലായിരുന്നു എന്ന് ആരോടും ചോദിക്കാതെ അറിയാം. BJPയുടെ താമര ചിഹ്നത്തിൽ ആ ചിഹ്നം തന്നെ കേരളത്തിലെ 19 മണ്ഡലത്തിൽ ഒഴിവാക്കി കൊടുത്തു. നിങ്ങൾ പരിശോധിച്ചോ? തൃക്കരിപ്പൂർ മുതൽ പത്തനാപുരം വരെയുള്ള 19 മണ്ഡലത്തിൽ ആർക്കാണ് സഹായം ലഭിച്ചത്? നിങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമെല്ലാം പഠിപ്പിക്കാൻ വരികയാണല്ലോ. ഞാൻ അതിലേക്ക് വരാം. എന്തിനാ ഇവിടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത മംഗലാപുരം യാത്ര? സാർ, എന്തിനാണ് സാർ അവിടെ NDA നേതാവിന്റെ വീട്ടിൽ പോയി അദാനി ഗ്രൂപ്പ് ചെയർമാനുമായിട്ടുള്ള രഹസ്യ ഗൂഢാലോചന? സാർ, ഇവിടെ പിണറായി വിജയനെ കാണുമായിരുന്നു ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നതിൽ എന്താകുമായിരുന്നു അവസ്ഥ? സാർ, അത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ്. സത്യപ്രതിജ്ഞ ദിനം വന്ദേമാതരം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഇവിടെ സംസാരിച്ചു, ഒരാൾ അതിനെതിരെ സംസാരിച്ചോ? നയപ്രഖ്യാപന പ്രസംഗം ഒരാൾ സംസാരിച്ചോ? ഒന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട ലീഗ് സ്നേഹിതരെ, അത് മുഹമ്മദ് റിയാസ് വിമർശിച്ചതുകൊണ്ട് മാത്രം കോഴിക്കോട്ടങ്ങാടിയിൽ മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചപ്പോഴെങ്കിലും ഒരു വാക്ക് പറയേണ്ടിയിരുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയുകയാണ്. അടുക്കള മുറ്റത്ത് അയൽക്കാരനെ മാത്രമേ കടിക്കൂ എന്ന ധാരണയിൽ നിങ്ങൾ അണലിയെ വളർത്തരുത്. ഒരു നാൾ ആ അണലി നിങ്ങളുടെ കിടപ്പുമുറിയിലെത്തി നിങ്ങളെയും കടിക്കുമെന്ന് നിങ്ങൾ ഓർത്തോണം. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പൊരു കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഗവർണർ ലോക്ഭവനിലേക്ക് പോകുന്നു. അവിടുത്തെ ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ, കേരളത്തിലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയപ്പെടുന്ന സംഘി